JEE 2024 30th January shift 1 question number 1 section A. Okay, match the following ആണ്. എല്ലാ ഷിഫ്റ്റുകളിലും ഫേസ് 1-ലെ എല്ലാ ഷിഫ്റ്റുകളിലും ഡയമെൻഷൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം മാച്ച് ദ ഫോളോയിങ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇപ്രാവശ്യത്തെ 2024 ഫേസ് 1-ൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഒരു മേജർ റോള് കളിച്ചിട്ടുണ്ട്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നമുക്കറിയാം ML⁻⁻1 T⁻⁻1 ഇത് 3. അപ്പോൾ നമ്മളിവിടെ A എന്ന് മാർക്ക് ചെയ്താൽ നേരെ തിരിച്ച് വീണ്ടും ഇത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. നേരെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാമായിരുന്നു. ശരിയല്ലേ മക്കളെ? അടുത്ത സർഫസ് ടെൻഷൻ നമുക്കറിയാം സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, F/L ആണ്. അപ്പോൾ MLT⁻⁻2 ഡിവൈഡഡ് ബൈ L ആണ്. അപ്പോൾ MT⁻⁻2 അപ്പോൾ 4 ആയിരിക്കും. കണ്ടോ 4 ഓക്കെ ആണ്. അത് ആംഗുലാർ മൊമെൻറ്റം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ML²T⁻⁻1 ആണ്. ML²T⁻⁻1 ഓക്കെ ആണ്. അടുത്ത പോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഡോവർമാൻ ആണെങ്കിൽ അൽസേഷൻ ആണെങ്കിൽ അത് ഡോഗ് തന്നെയാണ്. അപ്പോൾ അത് എനർജി തന്നെയാണ്. സർഫസ് എനർജി മാത്രമേ സർഫസ് ടെൻഷനായിട്ട് ഈക്വൽ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ എനർജികളും എന്ത് തന്നെയാണ്? എനർജി തന്നെയാണ്. അപ്പോൾ ML²T⁻⁻2 എന്താ -2. അപ്പോൾ ഓക്കെ ആണ്, ആ ഓപ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് F ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു A ഇൻറ്റു dV/dx ആണ് ഇക്വേഷൻ. അതിൽ നിന്ന് ഈറ്റ ഈസ് ഈക്വൽ ടു F ഇൻറ്റു dx ഡിവൈഡഡ് ബൈ മക്കൾ പറ A ഇൻറ്റു dV ആണ്. ശരിയല്ലേ? അപ്പോൾ MLT⁻⁻2 ഇൻറ്റു L ഡിവൈഡഡ് ബൈ L² LT⁻⁻1 ചെയ്തു വരുമ്പോൾ ML⁻⁻1 എന്ത് വരും? -1. ഓക്കെ ആണല്ലോ? സെറ്റല്ലേടാ മക്കളെ? സെറ്റല്ലേ? അപ്പോൾ ഓക്കെ.